നമ്മളുടെ സർക്കാർ ആശുപത്രികളെന്ന് പറയുമ്പോൾ ചെറിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മുകളിലേക്ക് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സർക്കാർ ആശുപത്രികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള പ്രകടമായിട്ടുള്ള വസ്തുതയാണ്. കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളുമാണ്. പക്ഷേ ഈ ഒരു സത്യം മറച്ചു വെച്ചിട്ട് ഇതല്ല സത്യം എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ വലിയ ശ്രമങ്ങൾ നടക്കുകയും സർക്കാർ ആശുപത്രികളെല്ലാം അപകടത്തിലാണ്, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ വിദഗ്ധമായ ചികിത്സ കിട്ടുന്നില്ല, സർക്കാർ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നതാണ് എന്ന് പറയാതെ പറയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുക, ഉപദ്രവിക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ, ആ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട്, അതായത് പൊതുമേഖലയിലുള്ള ആശുപത്രികൾ മോശമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് ആളുകളുടെ കൺമുന്നിലുള്ള സത്യത്തിന് വിരുദ്ധമായിട്ട് ഒരു പ്രചരണം വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ എമ്പാടും ബഹുരാഷ്ട്ര ഭീമന്മാർ വിലക്കെടുക്കുന്നു. ഓരോ ബെഡിനും 2.5 കോടി രൂപ, ആ ഒരു നിലയിലാണ് പലപ്പോഴും വില വരുന്നത്. കോഴിക്കോട് പട്ടണം കേന്ദ്രീകരിച്ച് ഏതാണ്ട് എല്ലാ ആശുപത്രികളും തന്നെ ഇത്തരത്തിൽ ഉള്ള ബഹുരാഷ്ട്ര ഭീമന്മാരുടെ കയ്യിലായിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് വലിയ ആശുപത്രികൾക്കെല്ലാം വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള ചികിത്സാ ചെലവുള്ള കോർപ്പറേറ്റ് ആശുപത്രികൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ബഹുരാഷ്ട്ര ഭീമന്മാരുടെ കയ്യിലാവുകയും വളരെ വലിയ ചികിത്സാ ചെലവിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യും. ഇത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മളിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കുന്നു. വളരെ വലിയ ആരോഗ്യ ഇൻഷുറൻസ്, 25 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ ഓരോരുത്തരുടെയും പേരിൽ വരും എന്ന് ചിന്തിക്കുന്നു. പെട്ടെന്ന് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങളും പരസ്പര ബന്ധമില്ലാത്ത 3 കാര്യങ്ങളായിട്ട് തോന്നാം. പക്ഷെ തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ വളരെ പരസ്പര ബന്ധമുള്ള 3 കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഗഹനമായിട്ടുള്ള ഒരു ചർച്ച നമ്മൾ തുടങ്ങി വയ്ക്കേണ്ട ഒരു സമയമാണ്. ഇതിൽ തന്നെ കേരളത്തിലെ പൊതുമേഖലയിൽ ഉണ്ടാകുന്ന ആശുപത്രികളെ കറുപ്പ് തേച്ച് കാണിക്കാൻ ആയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, രണ്ടാമത്തെ വിഷയമായിട്ടുള്ള കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വൻകിട കുത്തക മുതലാളിമാർ ഏറ്റെടുക്കുന്നു എന്നുള്ളതും ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള വസ്തുതയാണ്. ഞാൻ അതിലേക്കും കൂടുതലായിട്ട് പോകുന്നില്ല. മറിച്ച് മൂന്നാമത്തെ, എങ്ങനെയാണ് ആരോഗ്യ ഇൻഷുറൻസ് അപകടകരമാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് ഈ ചികിത്സ തേടിപ്പോകുന്ന ആളുടെ പോക്കറ്റിൽ നിന്നും പണം പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല ചികിത്സ ലഭിക്കണം, പക്ഷേ ചികിത്സയ്ക്കുള്ള പൈസ ഈ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന രോഗിയിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽ നിന്നോ ഈടാക്കാൻ പാടില്ല. ഈ പണം അടയ്ക്കാൻ മറ്റൊരു മാർഗം ഉണ്ടാകണം. ഇതാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ നല്ല രാജ്യങ്ങളും ആ ഒരു മാർഗത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടെ 2 മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു മാർഗം, ആളുകൾ പോകുന്ന ആശുപത്രികൾ, പോകാൻ സാധ്യതയുള്ള ആശുപത്രികളുടെ പൂർണ്ണ സജ്ജമാക്കുക, മെച്ചപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ അവിടെ ഏതൊരു സർവീസിന് പോയാലും എന്തൊരു സേവനത്തിന് പോയാലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ചികിത്സാ ചെലവ് വേണ്ടി വരില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം. എത്രയാണോ അതിന് പണം ചെലവാകുന്നത് ആ പണം പൊതു ഖജനാവിൽ നിന്ന് ഉപയോഗിക്കുക. അതിൻ്റെ മാർഗമായിട്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളെല്ലാം നമ്മൾ നവീകരിക്കുന്നു, പുതിയ ചികിത്സ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു, കൂടുതൽ ഡോക്ടർമാരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു, മരുന്ന് സൗജന്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് വില കുറച്ച് ഗുണനിലവാരമുള്ള മരുന്ന് മേടിച്ച് സൗജന്യമായിട്ട് സർക്കാർ തന്നെ ഈ മരുന്ന് വിതരണം ചെയ്യുന്നു. അതായത് സർക്കാർ നേരിട്ട് ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒരു മാർഗമാണ് അതിലൊന്ന്. ആ മാർഗമാണ് കേരളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടെങ്കിലും ഈ നാട്ടിലെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്കറിയാം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഏത് രീതിയിലാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ഒരുപക്ഷെ ഒരു 10-30 വർഷത്തിന് മുമ്പ് പൊതുസമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള മറ്റൊരു സ്ഥലത്തും ചെറുകിട സ്വകാര്യ ആശുപത്രികളിൽ പോലും പോകാനുള്ള സാമ്പത്തികം കയ്യിലില്ലാത്തവർ മാത്രം പോയിക്കൊണ്ടിരുന്ന ഇടമായിരുന്നു സർക്കാർ ആശുപത്രികൾ എന്നുള്ളതിൽ നിന്നും മാറി എല്ലാവരും പോകുന്ന സ്ഥലമായിട്ട്, ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് മുന്നാക്കം നിൽക്കുന്ന ആളുകൾക്കും പോകാൻ പറ്റുന്ന ഒരിടമായിട്ട് സർക്കാർ ആശുപത്രികൾ മാറിയിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു സത്യത്തിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കും. ആ പ്രചരണങ്ങൾ വളരെ രസകരമായിട്ടുള്ളൊരു പ്രചരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോകണം,
സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ മറുപടി സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടിട്ടില്ല. സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അതിസങ്കീർണമായിട്ടുള്ള ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് വെളിയിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു വിദഗ്ധ ചികിത്സയ്ക്ക്, അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ മയോ ക്ലിനിക്ക് പോലെയുള്ള ഒരു സൗകര്യം കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ലഭ്യമാകാതെ അല്ലെങ്കിൽ ചികിത്സ കോർപ്പറേറ്റ് ആശുപത്രികളിൽ കിടക്കാടം പണയം വെച്ച് മാത്രം ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന രീതിയിലേക്ക് സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കേരളം തുടർന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട നയം ഖജനാവിലുള്ള പണം ഉപയോഗിച്ച്, ഖജനാവിലുള്ള പണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ടാക്സ് വഴി വരുന്ന പണമാണ്. ടാക്സ് മണിക്ക് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കൂടുതൽ പണമുള്ള ആളുകൾ ടാക്സ് കൂടുതൽ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരുപാട് പണമുള്ള ആളുകൾ ഒരുപാട് ടാക്സ് വെട്ടിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതെല്ലാം മാറ്റിവെച്ചാൽ കൂടുതൽ പണമുള്ള ആളുകൾ കൂടുതൽ ടാക്സ് അടയ്ക്കും. മറിച്ച് പണം കുറയും തോറും അയാളുടെ ടാക്സ് അടയ്ക്കാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഏതൊരു ടാക്സ് ആണെങ്കിൽ. ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കയ്യിൽ പണമില്ലാത്ത ആളുകൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. മറിച്ച് നമ്മളിപ്പോൾ മാർക്കറ്റിൽ പറഞ്ഞ GST ആണെങ്കിൽ പോലും കൂടുതൽ പൈസയുള്ള ആളുകളായിരിക്കും കൂടുതൽ കൺസ്യൂം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അതായത് ഖജനാവിൽ പിരിഞ്ഞു കിട്ടുന്ന പൈസയുടെ സിംഹഭാഗവും നമ്മുടെ നാട്ടിൽ പണം കയ്യിലുള്ള ആളുകളിൽ നിന്നാണ് പിരിഞ്ഞു കിട്ടുക. മറിച്ച് അതുപയോഗിച്ച് സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തിയാലുള്ളൊരു ഗുണം, ഈ സർക്കാർ ആശുപത്രികളെ കൂടുതൽ ആശ്രയിക്കുക കയ്യിൽ പണം കുറവുള്ളവരാണ്. അതായത് ഒരു കണക്കിന് നോക്കിയാൽ പണം കയ്യിലുള്ള ആളുകളുടെ പണം ഉപയോഗിച്ച് പണം കയ്യിലില്ലാത്ത ആൾക്കാരുടെ ചികിത്സ ഉറപ്പാക്കാനായിട്ടുള്ളൊരു സംവിധാനം ഇത്തരത്തിലുള്ളൊരു ടാക്സ് ബേസ്ഡ് സിസ്റ്റത്തിന് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഇതിൻ്റെ വാല്യൂ ഫോർ മണി. ഓരോ പൈസയും നമ്മൾ ചിലവാക്കുമ്പോൾ പരമാവധി പൈസ ആളുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്തെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് എന്നുള്ള നിലയിൽ, ഒരു വിപണി എന്നുള്ള നിലയിൽ ആരോഗ്യത്തിനെ വിപണിയാക്കി മാറ്റാനുള്ള അവസരങ്ങൾ കാര്യമായിട്ട് കുറയും. പ്രൈവറ്റ് ആശുപത്രികൾക്ക് കയ്യിൽ പണമുള്ള ആളുകളെ മാത്രം ഉപയോഗിച്ച്, അതായത് സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ ഉപയോഗിച്ച് ആ പ്രൈവറ്റ് ആശുപത്രികൾ ഉണ്ടാക്കുന്ന അതിഭീമമായിട്ടുള്ള ലാഭം കൂടി കൊടുത്തുകൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രം ചികിത്സ നൽകാൻ കഴിയുന്ന ഇടമായിട്ട് കോർപ്പറേറ്റ് ആശുപത്രികൾ മാറും. നേരത്തെ ആണെങ്കിൽ പാവപ്പെട്ടവരെ ചികിത്സിക്കാൻ കൂടി കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് കഴിയുമായിരുന്നു. അതിന് കാരണം വളരെ വലിയ രോഗാതുരത ഉണ്ടാകുന്ന സമയത്ത്, അതിസങ്കീർണമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ അതിസങ്കീർണമായിട്ടുള്ള അവസ്ഥ തുടങ്ങിയ അവസ്ഥകളിൽ വരുമ്പോൾ കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോകാതെ മറ്റ് ഗതിയില്ലാതെയാവുകയും ആളുകൾ കയ്യിൽ പണമില്ലെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റുകൾ, സ്വർണ്ണമാണെങ്കിലും അല്ലെങ്കിൽ വസ്തുവാണെങ്കിലും അതൊക്കെ വിറ്റ് ആളുകൾ സ്വകാര്യ ആശുപത്രിയിൽ പണം അടയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവസ്ഥ കുറയും. കാരണം പ്രൈവറ്റ് ആശുപത്രികളിൽ, പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ആശുപത്രികളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം കുറേശ്ശെ സർക്കാർ ആശുപത്രിയിൽ വരുന്നതനുസരിച്ച് പാവപ്പെട്ടവരുടെ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയും. ചികിത്സയ്ക്ക് വേണ്ടി കിടപ്പാടം വിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ അത് സഹായിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെയാണ്. അതേസമയം കയ്യിൽ പണമുള്ള ആളുകൾക്ക് പോലും, പണം എന്ന് പറയുമ്പോൾ ഇട്ടുമൂടാനുള്ള പണമുണ്ട് എന്നുള്ളതല്ല എൻ്റെ അർത്ഥം, ആവശ്യമായിട്ടുള്ള ജീവിച്ചു പോകാനുള്ള പണമുള്ളവർക്ക് പോലും വിശ്വാസത്തോടുകൂടി ഗുണമേന്മയിലുള്ള ചികിത്സ കിട്ടുന്ന ഇടമായിട്ട് സർക്കാർ ആശുപത്രികൾ മാറും. ഇപ്പം പണ്ട് കാലത്തുള്ളതിൻ്റെ 3-4 ഇരട്ടി ആളുകൾ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും സർക്കാർ ആശുപത്രികളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. നേരത്തെ ഉള്ള അത്രയും നമ്പർ ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ആശുപത്രിയുടെ വിസ്തീർണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവില്ല. ബെഡുകൾ നമ്മൾ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ ഈ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ച് വർഷങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു നേട്ടം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സമയമെടുത്തിട്ടായിരിക്കും സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുക. പക്ഷേ മെച്ചം ഉണ്ടാകുന്നത് നമ്മുടെ ആശുപത്രിയിലാണ്, നമ്മുടെ എല്ലാവർക്കുടെ ആശുപത്രിയാണ്. അത് സർക്കാർ മേഖലയിൽ തന്നെ നിലനിൽക്കും. ആശുപത്രി സംവിധാനം ശക്തമായിട്ട് നിലനിൽക്കും. സർക്കാർ മേഖല തകർന്നു പോവില്ല. സ്വകാര്യ മേഖലയിൽ അതേ ചികിത്സ സർക്കാർ മേഖലയിൽ കിട്ടുകയും കൂടെ ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയ്ക്കും ഒരു പരിധിയിൽ കൂടുതൽ ചികിത്സാ ചെലവ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ചികിത്സയ്ക്ക് 4 ഇരട്ടി ചികിത്സാ ചെലവ് പ്രൈവറ്റിലാണെങ്കിൽ അവിടെ പോകുന്ന കയ്യിൽ പണമുള്ള ആളുകൾ കൂടി ഒരുപക്ഷെ സർക്കാർ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരള സർക്കാരിന് പൂർണ്ണമായിട്ടും ഇത് സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ട് മാത്രം ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം കേന്ദ്ര സർക്കാർ ഇത് ഒരു ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് ആരോഗ്യ മേഖലയിലെ ഉന്നമനത്തിനെ ലക്ഷ്യം വയ്ക്കുന്നത്.
അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ആണ് പ്രധാനപ്പെട്ട മാർഗം. ആ ഇൻഷുറൻസിൽ ഒരാൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് സൗജന്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഈ മാതൃക നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യും, പക്ഷെ കേരളത്തിൽ ഈ മാതൃക വളരെ വലിയൊരു പരാജയമാണ്. കാരണം ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവ് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ 5 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം. ആ 5 ലക്ഷം രൂപ ആരും ഫ്രീ ആയിട്ട് തരില്ല. ആ 5 ലക്ഷം രൂപ നമ്മൾ പ്രീമിയമായിട്ട് അടയ്ക്കുന്ന പൈസ, 5 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി എടുക്കുന്ന ലാഭവും ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണം പ്രീമിയമായിട്ട് അടച്ചാൽ മാത്രമാണ് ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് ഈ 5 ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കാനായിട്ട് കഴിയുക? അത് പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രീമിയം സർക്കാർ ഖജനാവിൽ നിന്നാണ് അടയ്ക്കുക. പക്ഷേ ആളുകൾ ആശുപത്രിയിലെത്താനുള്ള സാധ്യത ചിലയിടങ്ങളിൽ വളരെ കുറവാണ്. ഒരുപക്ഷെ ആ പ്രദേശങ്ങളിൽ രോഗങ്ങൾ വരുന്നത് കുറവായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രോഗം വന്നാൽ തന്നെ ഇത്തരത്തിലുള്ള സ്കീം ഉണ്ട് എന്നറിയില്ല. ആശുപത്രികളുടെ ലഭ്യത തന്നെ ഉണ്ടാവില്ല. പോകാൻ ആശുപത്രി ഇല്ല എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കും പോകാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമേ 5 ലക്ഷം രൂപ ചികിത്സാ ചെലവ് വരുന്ന ചികിത്സയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് രോഗങ്ങളുണ്ട്. രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ വളരെ വ്യാപകമാണ്. അതുമാത്രമല്ല, ആളുകൾ രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോവുകയും അവരുടെ അവകാശങ്ങളെപ്പറ്റി വളരെ ബോധവാന്മാരുമാണ്, അല്ലെങ്കിൽ ബോധവതികളുമാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? ഒരുപാട് ആളുകൾ, നമ്മൾ കണക്കിൽ കരുതുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ആശുപത്രിയിൽ എത്തുകയും അവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ചികിത്സാ ചെലവ് നമ്മൾ കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒട്ടനവധി റെസ്ട്രിക്ഷൻസ് ഇതിനകത്ത് വയ്ക്കും. ഒന്ന്, കിടത്തി ചികിത്സയ്ക്ക് മാത്രമേ പണം കൊടുക്കുകയുള്ളൂ, ഒരു കാര്യം. രണ്ട്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പണം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. മൂന്നാമത്തത്, കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് പറയുന്ന ചുവന്ന റേഷൻ കാർഡ് ഉള്ളവർക്കും മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും മാത്രമേ സൗജന്യ ചികിത്സ നൽകുകയുള്ളൂ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചുവന്ന റേഷൻ കാർഡ് ഉള്ളവരുടെ പല മടങ്ങ് ഇരട്ടിയാണ് നീല റേഷൻ കാർഡ് ഉള്ളവർ. നീല റേഷൻ കാർഡ് ഉള്ളവർ നമ്മുടെ കണക്ക് പ്രകാരം അവർ BPL അല്ല, ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയല്ല, അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. പക്ഷെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ തന്നെ പ്രയോറിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ മുൻഗണനാ ഗ്രൂപ്പാണ്. അതായത് രോഗം വരുമ്പോൾ 5 ലക്ഷം രൂപയുടെ ചികിത്സ കിട്ടും, അത് സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്നുള്ള അതിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം രോഗം വരുമ്പോൾ ചികിത്സിക്കാനുള്ള പണം ദാരിദ്ര്യരേഖയ്ക്ക് തൊട്ട് മുകളിലാണെന്ന് വിചാരിച്ചിട്ട് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള പണമൊന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു സ്കീമിലേക്ക് നമ്മൾ മറ്റുള്ള ആളുകളെ കൂടി, ഏറ്റവും കുറഞ്ഞത് നീല റേഷൻ കാർഡുള്ള ആളുകളെ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിലില്ലാത്ത പല രോഗങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു പ്രവണത, ആയുഷ്മാൻ ഭാരതിൽ കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടുള്ള തുകയുടെ 60% മാത്രമേ കേന്ദ്ര സർക്കാർ തരികയുള്ളൂ. ബാക്കി 40% നമ്മൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് മുടക്കണം എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ കാണാത്ത ആളുകൾക്ക്, ഈ പറഞ്ഞ നീല റേഷൻ കാർഡിലുള്ള ആൾക്കാർക്ക് ചികിത്സ നൽകണമെങ്കിൽ ആ പണം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ മുടക്കണം. അപ്പോൾ ഇൻഷുറൻസ് സ്കീം വന്നേ പറ്റുള്ളൂ. കാരണം ഇൻഷുറൻസ് സ്കീം ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാർ അത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ 60% തരികയുള്ളൂ. ആ 60% തന്നെ ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളുടെ ചെറിയൊരു ശതമാനത്തിന് തികയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ കേരളത്തിൽ ചികിത്സാ സഹായത്തിനായിട്ട് ആവശ്യമുള്ള മൊത്തം തുകയുടെ 10% മാത്രമാണ് കേന്ദ്ര സർക്കാർ തരുന്നത്. ബാക്കി 90% നമ്മൾ നമ്മുടെ ഖജനാവിൽ നിന്നും കണ്ടെത്തേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മറിച്ച് ആ പണം കൂടി, ഇൻഷുറൻസ് ഇല്ലായിരുന്നു, മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്കീമിൽ വരുന്ന ഈ പണം കൂടി, 90% പണം കൂടി നമ്മൾക്ക് മുടക്കാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഏതാണ്ട് ഒരു 1000 കോടി രൂപയോളം വരും. അത് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും കൂടുതൽ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുകയും ചെയ്യാമായിരുന്നു. ഇത്രയും പണം ആയുഷ്മാൻ ഭാരത് പോലുള്ള സ്കീമിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ 90% സംസ്ഥാനത്തിന് കൊടുക്കേണ്ടി വന്നിട്ട് പോലും സംസ്ഥാനത്തെ ആശുപത്രികൾ മൊത്തം മെച്ചപ്പെടുത്തുകയും ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമാക്കുകയും മരുന്നുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ്
നമുക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി സൗജന്യമായിട്ട് ചികിത്സ എടുക്കാനായിട്ട് കഴിയുക. മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ കിടത്തി ചികിത്സയ്ക്ക് മാത്രമാണ് ഇൻഷുറൻസ്. മറിച്ച് ആശുപത്രികൾ മെച്ചപ്പെട്ടാൽ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒ പി കെയറും നമുക്ക് കിട്ടും. സിംഹഭാഗം ആശുപത്രി ചെലവുകളും ഐ പി കെയറിനേക്കാൾ ഒ പി കെയറിനാണ്. ഇപ്പം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കാതെ നമ്മൾ ഒരുപക്ഷെ വളരെ വലിയ വിലയ്ക്കുള്ള മരുന്നുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അതൊന്നും തന്നെ ഇൻഷുറൻസ് കവർ ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് ഇൻഷുറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഈ മാർക്കറ്റിൽ പ്രൈവറ്റ് മേഖലയെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മേഖലയെ സഹായിക്കാനായിട്ട് ഉതകും എന്നുള്ളത് കൊണ്ടാണ്. കാരണം പ്രൈവറ്റ് ഏജൻസികൾക്ക് പണം ലഭിക്കണം എന്നേ ഉള്ളൂ, ആ പണം എവിടെ നിന്ന് ലഭിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ആ പണം സർക്കാർ കൊടുക്കും. അതായത് ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം. എത്രയാണ് ചികിത്സാ ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചികിത്സാ ചെലവ് സർക്കാർ നൽകും എന്ന് പറയുമ്പോൾ ഉള്ളൊരു വലിയൊരു അപകടം ഇപ്പോൾ തന്നെ നമ്മൾ ആളുകളുടെ മനസ്സിൽ, നമ്മുടെ നാട്ടിലെ മീഡിയയും രാഷ്ട്രീയക്കാരും ചേർന്നിട്ട് ആളുകളുടെ മനസ്സിൽ കുത്തിത്തിരികി വെച്ചിരിക്കുന്ന ഒരു ബോധം, സ്വകാര്യ ആശുപത്രികളാണ് ചികിത്സയ്ക്ക് നല്ലത്, സർക്കാർ ആശുപത്രികൾ മോശമാണ്, പൊട്ടി വീഴാൻ പോകുന്ന കെട്ടിടങ്ങളാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടർമാരില്ല, മരുന്നുകളില്ല. ആശുപത്രിയിൽ പോയിട്ടുള്ള ആളുകൾ ആ കള്ളക്കഥ വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷേ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാശുപത്രിയിൽ പോകണം എന്നൊരു ചിന്ത വരുമ്പം തന്നെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, നമുക്ക് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാം എന്നായിരിക്കാം ഒരുപക്ഷെ അവർ ചിന്തിക്കുക. അപ്പോൾ എന്ത് പറ്റുന്നു? സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പ്രാഥമിക ഘട്ടത്തിൽ പണം ചിലവാകുന്നില്ല. കാരണം നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് ഒരു സ്കീമിൽ നിന്ന് വരുന്നു. ആ സ്കീമിൽ നിന്ന് വരുമ്പോൾ എത്ര കാലം ഇത്രയും വലിയൊരു ഇൻഷുറൻസ് തുക സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് കഴിയും? അതോടൊപ്പം എന്ത് ചെയ്യുന്നു? സർക്കാർ മേഖലയിൽ ഇപ്പോൾ സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന പണം പൂർണ്ണമായിട്ടും നിലയ്ക്കും. കാരണം ഇൻഷുറൻസ് നിലനിൽക്കാൻ തന്നെ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുകയാണ്, വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പലപ്പോഴും കടമെടുക്കുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ കേരള ഹെൽത്ത് ഏജൻസി വളരെ വലിയ കടത്തിലാണ് എന്നുള്ളതും ഒരുപക്ഷെ മീഡിയ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കടമെടുത്തും നമ്മൾ ഇൻഷുറൻസ് സ്കീം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. മറിച്ച് ഇതിനേക്കാൾ വലിയൊരു ഇൻഷുറൻസ് വരുമ്പോൾ നമ്മുടെ സർക്കാർ മേഖല പൂർണ്ണമായിട്ടും തകർന്നു പോകും. ആശുപത്രികളുടെ ഉന്നമനം പിന്നീട് നടക്കാതെയാകും. ഇൻഷുറൻസ് പൂർണ്ണമായിട്ടും സ്വകാര്യ കോർപ്പറേറ്റ് മേഖലയെ ഫണ്ട് ചെയ്യാനുള്ള ഒരവസരം മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ആ ഇൻഷുറൻസ് സ്കീമിന് വെളിയിലായി പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ചികിത്സ കിട്ടുക എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആശുപത്രികളിൽ, ഇപ്പോൾ തന്നെ നമ്മളൊരു സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു MRI സ്കാനിന് 20,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും, ഒരു MRI സ്കാനിന് 20,000 രൂപയോ? അപ്പോൾ അപ്പുറത്തൊരു ലാബിൽ അത് 10,000 രൂപയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ അവിടെ പേരിന് വേണ്ടി ഒരു 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു MRI സ്കാൻ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ഒരുപക്ഷെ 20,000 രൂപയുടെ MRI സ്കാൻ എടുക്കാതെ തൊട്ടപ്പുറത്തുള്ള ബി ഒരു ലാബിലോ അല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിലോ പോയി MRI സ്കാൻ എടുക്കുകയും ചെയ്യും. മറിച്ച് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 20,000 രൂപയെങ്കിൽ 20,000 രൂപ, 30,000 രൂപയെങ്കിൽ 30,000 രൂപ നമ്മുടെ കയ്യിൽ നിന്നല്ല പണം പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യരക്ഷാ ചെലവിനെ പറ്റി ഈ സമൂഹം ബോധവാന്മാരല്ലാതെയാവുകയും ഇൻഷുറൻസ് കമ്പനികളും ആശുപത്രികളും മാത്രമായിട്ടുള്ള ഇൻട്രാക്ഷനായിട്ട് അത് മാറുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ അതാണ് സംഭവിക്കുന്നത്, നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇൻഷുറൻസ് ഇല്ല. കാരണം ഇൻഷുറൻസ് വരുമ്പോൾ ഇൻഷുറൻസിൻ്റെ കൂടെ പല മാനദണ്ഡങ്ങളും വരും. അല്ലാതെ എല്ലാ ആളുകൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഒരു കാർഡ് കിട്ടുകയല്ല, അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ടാകും. ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തന്നെ ചുവന്ന റേഷൻ കാർഡുള്ള ആൾക്കാർക്ക് മാത്രമാണ് രാജ്യത്ത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മഞ്ഞ കാർഡുള്ളവർക്ക് മാത്രമേ ഒരുപക്ഷെ കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ചുവന്ന കാർഡുള്ളവർക്ക് മാത്രമേ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. എല്ലാ ആളുകൾക്കും കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ ഇൻഷുറൻസ് നൽകേണ്ട ആളുകളല്ലാതെ മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഈ ചികിത്സാ ചെലവ് താങ്ങാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ചികിത്സാ ചെലവ് വളരെ വളരെ വർദ്ധിക്കും. ലോകമെമ്പാടും എവിടെയൊക്കെയാണോ ഇൻഷുറൻസ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ എല്ലാം തന്നെ ചികിത്സാ ചെലവ് വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് നമ്മുടെ അനുഭവം. ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. അമേരിക്കൻ ഐക്യനാടുകൾ മാത്രമാണ് ഇൻഷുറൻസ് വ്യാപകമായിട്ട് പൊതുമേഖലയിൽ ചികിത്സാ ചെലവ് അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ യൂറോപ്പിലോ അല്ലെങ്കിൽ വികസിതമായിട്ട് നമ്മൾ കരുതുന്ന മറ്റ് മികച്ച നാടുകളിൽ ഇൻഷുറൻസ് ആണ് അവിടുത്തെ സംവിധാനം എന്നാരും വിചാരിക്കരുത്.
കേരളം ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുമേഖലയുടെ ശക്തിപ്പെടുത്തലും ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഫിനാൻസിങ് സംവിധാനവുമാണ് എല്ലാ കൊള്ളാവുന്ന ആരോഗ്യ സംവിധാനങ്ങളിലും ഉള്ളത്. ഇൻഷുറൻസ് അല്ല. ഇൻഷുറൻസ് ഉപയോഗിക്കുന്ന അമേരിക്കൻ ഐക്യനാടാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ അത് കാരണം തന്നെ വളരെ വലിയ പ്രശ്നമുണ്ട്. അവരുടെ GDP-യുടെ ഏതാണ്ട് 18% ആണ് അവർക്ക് ആരോഗ്യരക്ഷാ ചെലവ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ GDP എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ GDP-യുടെ 100 കണക്കിന് ഇരട്ടി വരും. അതിൻ്റെ 18% എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ വരുമാനത്തിൻ്റെ 1000 ഇരട്ടി വരും. ആ ഒരു പണമാണ് അവിടെ ഇൻഷുറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മറിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന ആരോഗ്യരക്ഷാ ചെലവ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് ഏതാണ്ട് ഒരു 1.5%, സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് മറ്റൊരു 2%, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ ഒരുപക്ഷെ 2-2.5%, എല്ലാം കൂടെ ചേർത്താൽ പോലും ഒരു 5-5.5%മാണ് നമ്മുടെ GDP തന്നെ കുറവാണ്. പണം ഉപയോഗിച്ച് ഇത്രയും ആളുകൾക്ക് ഇത്ര വലിയൊരു ഇൻഷുറൻസ് സ്കീമിൻ്റെ പ്രീമിയം അടയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് പറയുന്ന ആളുകൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾ വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വേണം നമ്മൾ വാദിക്കാൻ. അല്ലാതെ ആ സംവിധാനങ്ങളെ തകർത്ത് കളയുന്ന ദീർഘനാളത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആരോഗ്യരക്ഷ ചെലവ് താങ്ങാൻ കഴിയാതെ വരുന്ന, ആളുകൾക്ക് ചികിത്സ ലഭിക്കാതിരിക്കുന്ന മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുകയല്ല വേണ്ടത്. മറിച്ച് സംവിധാനങ്ങൾ എന്ത് എന്ന് പഠിച്ചതിന് ശേഷം ഏത് രീതിയിലാണ് ഈ പണം കണ്ടെത്താൻ കഴിയുക, ആ പണം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ചാനലിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഹെൽത്ത് ഫിനാൻസിങ്ങിനെ പറ്റി സംസാരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ എതിർപ്പുകളും അവഗണിച്ചും കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ മേഖല, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികൾ മുന്നോട്ട് പോകുന്ന ശക്തിപ്പെടുത്തുന്ന പ്രവണത വളരെ ശക്തമായിട്ട് തുടരേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നവരെയും അതിനെതിരെ കള്ളക്കഥ മെനയുന്നവരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തണം. കാരണം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ കണ്ണുവയ്ക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ നിന്ന് ലാഭം ലക്ഷ്യം വയ്ക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെ ദിവാസ്വപ്നങ്ങൾ ഫലപ്രദമാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.